കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഒരുത്തിന് എനിക്ക് സ്വൈര്യം തന്നില്ലട്ടോ. 26-ാം തീയതി ആവട്ടെ അന്ന് AMDന്റെ അന്ത്യമാണ്. 26-ാം തീയതി ആവട്ടെ അന്ന് ബാർസലോണ കാണിച്ചേരും എന്തൊക്കെ. എടാ, ബാർസന്റെ റീസെന്റ് ഫോമും അവരുടെ പ്ലെയർ അവൈലബിലിറ്റിയും കമ്പയർ ടു റയൽ മാഡ്രിഡിന്റെ റീസെന്റ് ഫോം ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇത്രക്കും കോൺഫിഡന്റ് ആയിട്ടൊരു ബാർസലോണ ഫാന്, അതും ഇന്നോട് ഒരു ലോയൽറ്റിയും ഒരു ക്ലബിനോടും പ്ലെയറിനോടും ഇല്ലാത്ത ഇന്നോട് പറഞ്ഞിട്ട് എന്തിനാ? എന്ത് സുഖാനക്ക് അതിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനൊരു ലൈഫ് ലോങ് ബാർസലോണ സപ്പോർട്ടർ ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ ഈ ഒരു ഷിറ്റ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ടൈം ടു റിട്ടയർ ഫ്രം ബീങ് എ ബാർസലോണ ഫാൻ. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാ, ഞാൻ കുപ്പായ മാറ്റി വരാം. ഏത് എനിക്ക് തോന്നുന്നു എന്താന്ന് ചോദിച്ചാ, ഇവൻ യമാലിന്റെ ഡയലോഗടിയൊക്കെ കണ്ടിട്ട് ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും എന്ത്, യമാലുമോന്റെ ഒരു കിഡിലൻ പെർഫോമൻസ് ബാർസ അങ്ങനെ ഇങ്ങനെയൊക്കെ റയലിനെ ഊക്കി വിടുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ആൻഡ് ജാസിം, ഇറ്റ്സ് ഓക്കെ, യുനോ, എനിക്ക് സ്ട്രീമിൽ നിന്ന് വാച്ച് ലോങ്ങുന്ന എല്ലാവരെയൊക്കെ ഒന്നും ഇഷ്ടം പോലെ കിട്ടീനോ. ഓക്കെ, ജാസിം എന്ന് വീട്ടിൽ പോയിട്ട് അതാണ് ചെയ്യണ്ടേ, മൂലക്ക് ഇരിക്കുക, കരഞ്ഞാണ് തീർക്കുക. അത്രക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലായോ. ഒരാഴ്ച എന്തോ ആയില്ലേ തുടങ്ങിയിട്ട്, 26-ാം തീയതി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. ഓക്കെ, ഞാൻ കണ്ടു. ഇനി മോനുസ് ചെല്ല്. ഇനി ഞാനിങ്ങനെ അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോണില്ല. നമുക്ക് അടുത്ത എൽ ക്ലാസിക്കോയിൽ കാണാം. ലമീൻ യമാൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയധികം ഓറാലോസ് മൊമെന്റ്സ് ഉണ്ടാക്കിയെടുത്ത ഒരു മഹാനാണത്. ഇനിയിപ്പോ പോവാൻ ഓറല്ല, ഉണ്ടാക്കിയെടുത്തിട്ട് വേണം. ഇല്ലെങ്കിൽ ഇനി നെഗറ്റീവ് ഇതെന്താണെന്നറിയോ, ആള് റയൽ മാഡ്രിഡിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു, കുറെ ട്രോളി, അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, ഡയലോഗ് അടിക്കുന്ന പ്ലേയേഴ്സ് അടിക്കട്ടെ, അത് ആ സൈഡ് കൂടെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഫ് യു ടോക്ക് ദ ടോക്ക് യു ഹാവ് ടു വോക്ക് ദ വോക്ക്. ഇല്ലെങ്കിൽ ആ കൊടുത്തതിനുള്ളതൊക്കെ തിരിച്ചു കിട്ടും. യമാലുമോന് മറ്റേ നാഷൻസ് ലീഗ് ഫൈനലിൽ കാണിച്ച പോലെ ഇനി അത് കുറച്ചു കാലം വാങ്ങിക്കൂടെ. ഡയലോഗ് അടിക്കണേനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ അണ്ണനാണ് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ പറഞ്ഞോട്ടെ എന്ന് പറയുന്ന ആളാണ് ഞാൻ. യമാലിന്റെ കേസിൽ എത്തുമ്പോൾ ഞാൻ മാറ്റി പറയുന്നില്ല, ഓൻ പറഞ്ഞോട്ടെ, പക്ഷെ പിച്ചിൽ അത് കാണിക്കണം എന്ന് മാത്രം. പിന്നെ ഞാൻ കണ്ടു കുറെ ആൾക്കാര് ഒരു 18 വയസ്സുകാരൻ ട്രോളി എന്ന് പറഞ്ഞ് കരയാൻ നിങ്ങൾക്ക് നാണല്ലേ എന്നൊക്കെ ചോദിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിനെ ഊക്കാൻ നിൽക്കണം. അതിനാണ് നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ വിക്ടിം കളിക്കുക എന്ന് പറയാ. ഓക്കെ, ഡയലോഗ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ കഴപ്പ് കാണിക്കുമ്പോൾ ഇല്ലാത്ത ഏജ് കൺസിഡറേഷൻ ഒന്നും തിരിച്ചു ഊക്ക് കിട്ടുമ്പോ പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയലോഗ് അടിക്കാൻ ഓനക്ക് 18 വയസ്സ് പോരേനോ, അപ്പൊ തിരിച്ചു കിട്ടാനും തിരിച്ചു വാങ്ങാനും ആ ഏജ് തന്നെ മതി. എനിവേ, ഈ സീസണിലെ ഫസ്റ്റ് എൽ ക്ലാസിക്കോ ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റയൽ മാഡ്രിഡ് ജയിച്ചു. 2-1 ജയിച്ചത്. എംബാപ്പെ ആൻഡ് ബെല്ലിംഗം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്തപ്പോൾ ഫെർമിൻ ലോപ്പസ് ആണ് ബാർസക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്തത്. ഈ ഒരു ജയത്തോടെ ലാലിഗ പോയിന്റ് ടേബിളിൽ റയലിന് ഇപ്പോൾ 5 പോയിന്റിന്റെ ലീഡ് ഉണ്ട്. മാച്ചിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ബാർസയുടെ ഭാഗത്തുനിന്ന് പെഡ്രി ആൻഡ് യമാൽ അവരുടെ കളി കാണാൻ തന്നെയാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരുന്നുണ്ട്. ബട്ട് രണ്ടുപേരും ഡിസപ്പോയിന്റ് ചെയ്യിച്ചു എന്നുള്ളതാണ് സത്യം. യമാല് ഡയലോഗിന്റെ 1% കളി പോലും എടുത്തില്ല എന്ന് മാത്രമല്ല, പെഡ്രി മാച്ച് കഴിഞ്ഞപ്പോ റെഡ് കാർഡ് വാങ്ങിയിട്ടാണ് കയറിയത്. അതിനു പുറമെയാണ് ഈ ഒരു മൊമെന്റ്. പെഡ്രിയും ബാർസ ഫാൻസും അവരുടെ മെമ്മറി മൊത്തത്തിൽ ഇറേസ് ചെയ്താൽ പോലും റയൽ മാഡ്രിഡ് ഫാൻസും ബാക്കിയുള്ളവരും കൂടെ ഈ ഒരു ചിത്രം കാണിച്ചു കൊടുത്ത് ഓർമ്മിപ്പിക്കുവരൊക്കെ എല്ലാരെയും ഞെട്ടിച്ച ഒരു പെർഫോമൻസ് ഫ്രം ഷെസ്നി. ആ ഒരു പെനാൾട്ടി സേവ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 5-6 സേവ്സ് ആള് ബോക്സിന്റെ ഉള്ളിൽ തന്നെ നടത്തി തോന്നുന്നുണ്ട്. പെനാൾട്ടി മിസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, അതുവരെ എംബാപ്പെ വാസ് അൺസ്റ്റോപ്പബിൾ. എക്സ്പെഷ്യലി ആളുടെ ഓഫ് സൈഡ് എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത ആ ഒരു ഗോളൊക്കെ കാണുമ്പോണ്ടല്ലോ ദേഷ്യം വരും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആളുടെ ബൂട്ടിന്റെ ഒരു സൈഡ് ഓഫ് സൈഡ് ആയിനോ, മാങ്ങാ തൊലി. എന്താന്നറിയില്ല, ഓരോ തവണ എംബാപ്പിന്റെ കാലുമ ബോൾ കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള ഒരു ഫീൽ ഉണ്ടേനോ. അതിനിടയിൽ ബെല്ലിംഗം 4 ബാർസലോണ ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ ഒരു ത്രൂ ബോൾ കൊടുക്കുകയാണ്. എംബാപ്പെ അത് റിസീവ് ചെയ്യണു, പോയി ഫിനിഷ് ചെയ്ത് വരുന്നു. സംഭവം ക്ലോസ് ആയിരുന്നു, ബട്ട് ഇത്തവണ നോ ഓഫ് സൈഡ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, ബാർസലോങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ മാച്ചിൽ ബെല്ലിംഗം എന്തായാലും ഒരു ഗോൾ അടിക്കുന്നു. അത് പറഞ്ഞ് കുറച്ചേരാണ് കഴിഞ്ഞപ്പോൾ തന്നെ വൺ ഓഫ് ദ കോൾഡസ്റ്റ് മൊമെന്റ്സ് ഇൻ എൽ ക്ലാസിക്കോ. കാരണം ആ ഗോൾ വലിയ സംഭവം ഗോളൊന്നല്ല, പക്ഷെ ഗോൾ അടിച്ചതിന് ശേഷം നോൺ ഷലാൻ ഫ്രം ബെല്ലിംഗം. ആ ഒരു ടൈപ്പ് ഓഫ് ഓറ ഫാമിങ്ങിനാണ് യമാൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബെല്ലിംഗം പറഞ്ഞു, ഞങ്ങൾ പിച്ചിൽ കാണിക്കുക, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലല്ല. എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ വിനീഷ്യസ്.
ആൾ അത്രയും ക്രിറ്റിസൈസേഷൻ അവിടുന്നും ഇവിടുന്നൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് കളിച്ച ഒരു പ്ലെയർ, ആ ഒരു ലെഫ്റ്റ് വിങ്ങില് കുണ്ടേക്കൊന്നും വയ്യ. ഓക്കെ, ഐ മീൻ കുണ്ടേക്ക് വയ്യാത്തതാണോ അതോ വിനീഷ്യസ് വയ്യാണ്ടാക്കിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. എടാ എന്ത് സുഖമായിട്ടാ 2-3 പ്ലേയേഴ്സിനൊക്കെ വലിച്ച ബോക്സിൻ്റെ ഉള്ളിൽ ആൾ പോകണമെന്നറിയോ. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കളി. പക്ഷേ ആളെ അതിനിടയിൽ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു ടെമ്പർ ടാൻഡറൊക്കെ ഇറക്കിയിട്ടാണ് ആൾ കയറിപ്പോയത്. ബട്ട് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, നമ്മൾ അത്രയും നന്നായി കളിക്കുമ്പോൾ കോച്ച് പെട്ടെന്ന് വലിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരും, പറഞ്ഞിട്ട് കാര്യമില്ല. മാഡ്രിഡിന്റെ എൻറ്റയർ ഡിഫൻസ് അത്രയും കിടലിനായി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഹെഡർ മിലിറ്റാവോ ആൻഡ് കറേറാസ്. മിലിറ്റാവോ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് അത്രയും കിടിലനായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടേനു കേട്ടോ. അതിപ്പോൾ സ്ലൈറ്റ് ടാക്കിളായിട്ടാണെങ്കിലും പ്ലേസിനെ ബോഡി ചെയ്തിട്ടാണെങ്കിലും. ആൻഡ് കറേറാസ് ഓഫ് കോഴ്സ് യമാലിനെ ഏറ്റവും 10-0 ചെക്കൻ ജയിച്ചത്. അത്രയും ഈസി ആയിട്ട് പൂട്ടി. പിന്നെ കമവിംഗ് ഉണ്ടേനോ, ഓൻ എന്താ ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ ആൾ ചില സമയത്ത് റൈറ്റ് വിങ്ങിലുണ്ട്, ചില സമയത്ത് മിഡ്ഫീൽഡിൽ, ചില സമയത്ത് ലെഫ്റ്റ് ബാക്കിന്റെ പൊസിഷനിൽ ഡിഫെൻഡ് ചെയ്ത് ബോൾ എടുത്ത് എന്തൊക്കെ. എടാ ഞാൻ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്നൊക്കെ പറയില്ലേ, ഈ സംഭവം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ആൾ എന്താ ചെയ്തതെന്ന്. ഓൾറെഡി വെർസിറ്റൈലിറ്റി തലക്ക് പിടിച്ചൊരു പ്ലെയർ ആണത്. ഇന്നലെ ട്വീറ്റ് ഇട്ടിങ്ങനെ ന്യൂ പൊസിഷൻ അൺലോക്ഡ് റൈറ്റ് വിങ്ങർ എന്ന് പറഞ്ഞിട്ട്. വേറെ ഇപ്പം എന്താ, എൽ ക്ലാസിക്കോ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവിടെയും ഇവിടെയും വേറെ എന്തൊക്കെയോ നടന്നുണ്ട്. എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, കളി കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ്, അതിന്റെ കാരണങ്ങളൊന്നും അന്വേഷിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. മാച്ചിന്റെ ആ ഒരു ഇന്റൻസിറ്റിയിൽ, അതേപോലെ ബാർസലോണ തോൽക്കാണെന്നുള്ള ഫ്രസ്ട്രേഷൻ, റയലിന് ഓരോ ഊക്കാൻ കിട്ടുന്ന ഒരു സന്തോഷം, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടൊരു അടിയായി മാറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മാച്ചിന് ശേഷമുള്ള ഡിയോങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ്, യമാലി ടീംമേറ്റ് അല്ലേ, കർവഹാൽ മാച്ചിനിടയിൽ തന്നെ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈ മോർ. ഓക്കെ, യമാലുമോന് പോഡ്കാസ്റ്റിൽ പോയിട്ടും സ്റ്റോറി ആയിട്ടും പബ്ലിക്കായിട്ട് എന്ത് ചെറ്റത്തരും അല്ലെങ്കിൽ എന്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. പക്ഷെ തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പോൾ അപ്പോൾ കുഞ്ഞിക്കുട്ടിയാണ്, ഓനോട് അങ്ങനെ ഒന്നും പറയരുതേ, അത്ര കൊള്ളും. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യേ. 8 മിനിറ്റ് ആയില്ലല്ലേ. എനിക്ക് ഓർമ്മയുള്ള വേറൊരു മൊമെന്റ്, കുണ്ടേക്ക് ലാസ്റ്റ് മിനിറ്റിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് കിട്ടിയ ഒരു ചാൻസ്. ഓക്കെ, ആ ചെസ്റ്റിലുള്ള കൺട്രോൾ തെറ്റിയതുകൊണ്ട്, അല്ലെങ്കിൽ പണി കിട്ടീനു. ഈ സൈഡ് ഞാൻ അപ്പളേ പറഞ്ഞ ആ സൈഡ്, എടാ ഞാൻ ഇങ്ങോട്ട് അടിച്ചത്, എംബാപ്പയോട് ആരാ ഇങ്ങോട്ട് അടിക്കാൻ പറഞ്ഞത്? എടാ ഞാൻ പറഞ്ഞടാ ഇങ്ങോട്ട് അടിക്കാന്, പക്ഷെ എംബാപ്പ കേക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യാ? ഓന്റെ ഇഷ്ടം. ഇതാണ് എന്താ പറയാ, ഈ പ്രായത്തിന് മൂത്തൂര് പറഞ്ഞാൽ കേക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാ.